ദശരഥ മഹാരാജാവ് ചരമഗതിയെ പ്രാപിക്കുന്നു. ഈ വാർത്തകളൊന്നും അറിയാണ്ടാണ് ഭരതൻ കേകേയത്ത് നിന്ന് തിരിച്ചു വരുന്നത്. അയോധ്യയിൽ ചെന്ന സമയത്ത് അവർ കയറി വരണ ആ സമയത്ത് കാണുന്നത് ശോകമൂകമായിട്ടുള്ള അന്തരീക്ഷമാണ്. എന്താണ് കാര്യം എന്ന് തിരക്കിയപ്പോഴാണ് അറിയുന്നത് ദശരഥ മഹാരാജാവ് ചരമഗതിയെ പ്രാപിച്ചു. കൈകേയി പറഞ്ഞു, വിഷമിക്കേണ്ട ആവശ്യമില്ല, രാജ്യം ഞാൻ നിനക്ക് വാങ്ങി തന്നിട്ടുണ്ട്. ജ്യേഷ്ഠനായിട്ടുള്ള രാമനെ 14 കൊല്ലം കാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അവൻ്റെ കൂടെ ലക്ഷ്മണനും സീതയും പോയിട്ടുണ്ട്. അതുകൊണ്ട് രാജ്യം നിനക്ക് തന്നെയാണ്. പക്ഷേ അവിടെ ഭരതൻ എന്ന് പറയുന്ന ഉത്തമനായിട്ടുള്ള സഹോദരനെ നമുക്ക് കാണാം. ഭരതൻ അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എപ്രകാരമാണ് അമ്മയുടെ മനസ്സിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള ചിന്തകളുണ്ടായത്? ശ്രീരാമചന്ദ്രസ്വാമിക്ക് അമ്മയോടാണ് ഏറ്റവും പ്രിയമുണ്ടായിരുന്നത്. ആ രാമനെ തന്നെ എങ്ങനെയാണ് അമ്മ കാട്ടിലേക്ക് അയച്ചത്? കൈകേയിയോട് ക്രൂരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ട് ഭരതൻ ശ്രീരാമചന്ദ്രസ്വാമി എപ്രകാരമെങ്കിലും ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ട് സർവ്വസന്നാഹങ്ങളോട് കൂടിയിട്ട് ഒരു രാജ്യാഭിഷേകം നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതൊക്കെ ആയിട്ട് പോവുക ഭഗവാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭഗവാന്റെ അടുത്തെത്തുകയാണ്. ആ ഭഗവാനും ഭരതനും തമ്മിൽ നടക്കുന്ന സംവാദമാണ് ഭരതരാഘവ സംവാദം. രാമായണത്തിൽ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ട ഭാഗങ്ങളിലൊന്നാണ്. കാരണം സാഹോദര്യത്തിൻ്റെ ഏറ്റവും ഊഷ്മളമായിട്ടുള്ള ഭാഗം നമുക്കവിടെ കാണാൻ പറ്റും. ഭരതൻ ഭഗവാനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, മൂത്ത പുത്രൻ അങ്ങാണ്. വിധി അനുസരിച്ചിട്ട് ധർമ്മമനുസരിച്ചിട്ട് മൂത്ത മകനാണ് രാജ്യം. അങ്ങ് ഇവിടെ ആരോഗ്യവാനായിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങേക്കാണ് രാജ്യം വേണ്ടത്. ആ രാജ്യത്തിന് അങ്ങേ അഭിഷേചിക്കാനുള്ള എല്ലാ വസ്തുക്കളും എല്ലാ സംഭാരങ്ങളും ഈ കാട്ടിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് എത്രയും പെട്ടെന്ന് അതൊക്കെ സ്വീകരിച്ച് ഈ കാനനവാസത്തെ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിട്ട് അയോധ്യയിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പിതാവിന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. പിതാവ് എനിക്ക് തന്നിട്ടുള്ളത് കാനനാണ്. ആ കാനനം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. രാജ്യം നിനക്ക് തന്നു. ആ രാജ്യത്തെ നീ ധാർമ്മികമായിട്ട് പരിപാലിക്കുക എന്നുള്ളതാണ് നിൻ്റെ ധർമ്മം. അത് നീ ചെയ്യുക. ആ സമയത്ത് ഭരതൻ പിതാവിന് ഒരുപാട് ദുഷിച്ച് പറയുന്നുണ്ട്. സ്ത്രീജിതനായിട്ടുള്ള രാജാവ്, വൃദ്ധനായിട്ടുള്ള രാജാവ് എടുത്തിട്ടുള്ള ഈ അധാർമികമായിട്ടുള്ള തീരുമാനം അങ്ങ് മാനിക്കരുത്. അങ്ങനെ പിതാവിനെ പറ്റിയിട്ട് മോശം പറയുന്ന സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, അദ്ദേഹം ധർമ്മിഷ്ഠനാണ്. വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക എന്നുള്ളതാണ് രാജധർമ്മം. അത് പാലിക്കുക മാത്രമാണ് പിതാവ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. സ്ത്രീജിതനല്ല അദ്ദേഹം. ധർമ്മവശംവദനായിട്ടാണ് അദ്ദേഹം ഈ തീരുമാനം എടുത്തത്. അതുകൊണ്ട് പിതാവിനെ കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞു. ഇപ്പോഴും ഭരതൻ പറഞ്ഞു, എന്നാൽ അങ്ങ് തിരിച്ചു വരിക. ഇപ്പോൾ ഭഗവാൻ തീർത്തു പറഞ്ഞു, ഞാൻ കാനനത്തിലേക്ക് തന്നെയാണ് പോവുക. അവിടെയാണ് ഭരതൻ എന്നുള്ള ഉത്തമനായിട്ടുള്ള സഹോദരനെ നമ്മൾ കണ്ടത്. ഭഗവാൻ തീർത്ത് പറഞ്ഞിട്ടും ഭരതൻ പിന്മാറുന്നില്ല. ഭരതൻ പറഞ്ഞു, എല്ലായ്പ്പോഴും അങ്ങയുടെ കൂടെ വരണത് ലക്ഷ്മണനാ. ഇത്തവണയെങ്കിലും ഞാൻ എന്ത് ചെയ്യും, അങ്ങയുടെ കൂടെ വരും. അങ്ങ് കാട്ടിലാണ് ജീവിക്കണതെങ്കിൽ ഞാനും കാട്ടിൽ അങ്ങയുടെ കൂടെ വരും. ഇപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ നാട്ടിലുണ്ടാവണം. രാജ്യം അനാഥമാവാൻ പാടില്ല. ഒരു രാജാവിൻ്റെ ധർമ്മം, ക്ഷത്രിയൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രജകളെ സന്താനത്തെപ്പോലെ പരിപാലിക്കുക എന്നുള്ളതാണ്. സൂര്യവംശത്തിൽ ജനിച്ചിട്ടുള്ള നീ പിന്മാറരുത്. അത് കുലത്തിന് നാണക്കേടാ. ഭരതൻ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഒരു കാര്യം ചെയ്യുക, ആ പാദപത്മങ്ങളിൽ ചേർന്ന് കിടക്കുന്ന മെതിയടികൾ തരൂ, അത് ഞാൻ സ്വീകരിക്കാം. ആ മെതിയടികൾ വാങ്ങിയിട്ട് കയ്യിൽ വെക്കണില്ല. ഭരതൻ്റെ സ്നേഹം കാണുക. അതെടുത്തിട്ട് സ്വന്തം നെറുകയിൽ വെച്ച് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് ആ മെതിയടികളെ നന്ദിഗ്രാമത്തിൽ വെച്ച് അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം രാജ്യം ഭരിക്കുന്നത്. ഒരു താപസന മാതിരി. സുഖസൗകര്യങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല. എപ്രകാരമാണോ തൻ്റെ ജ്യേഷ്ഠനും ലക്ഷ്മണനും കാട്ടിൽ മരവുരി ധരിച്ച് കാട്ടിൽ കിട്ടുന്ന കേവലമായിട്ടുള്ള കായ്കനികൾ മാത്രം ഭക്ഷിച്ച് അവിടുത്തെ മിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ ജീവിക്കുന്നത്, അതേ അവസ്ഥയിൽ നന്ദിഗ്രാമത്തിൽ ആ ഭഗവാന്റെ പാതുകങ്ങൾ വെച്ച് അതിൻ്റെ പ്രതിനിധിയായിട്ട് രാജ്യം ഭരിക്കുക. യഥാർത്ഥത്തിൽ ത്യാഗത്തിൻ്റെ മൂർത്തികളിലൊന്നാണ് ഭരതൻ. എന്നിട്ട് ഭഗവാനോടൊരു വാക്ക് പറയുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, ആ 14 വർഷം പൂർത്തിയാകണ ആ ദിവസം, ആ മുഹൂർത്തത്തിൽ അങ്ങ് അയോധ്യയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ശരീരത്തെ ത്യജിക്കും. അതിൽ സംശയമില്ല. ഇതാണ് ആ സഹോദരൻ്റെ സ്നേഹം. ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളൊരു തത്വം കൂടി നമുക്ക് രാമായണം തരുന്നുണ്ട്. രാമായണം കേവലമായിട്ട് ഒരു കഥയായിട്ടോ ഒരു ചരിത്രമായിട്ടോ വായിക്കേണ്ടതോ വ്യാഖ്യാനിക്കേണ്ടതോ ഒന്നല്ല. അത് സമൂഹത്തിനുള്ള ഉപദേശങ്ങൾ കൂടിയാണ്. ധാർമ്മികമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനുള്ള ഏറ്റവും നല്ല ഉപദേശമാണ് രാമായണം. അങ്ങനെയുള്ള ധർമ്മമൂർത്തിയായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമിയെ, യാഗത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ഭരതനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അധ്യായം ഇവിടെ സമർപ്പിക്കാം.